ഇറാനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പല ഗൾഫ് രാജ്യങ്ങളിലുള്ള മൊണാർക്കി പോലെ ഒരു രാജകുടുംബം രാജാവിന് വയസ്സാകുമ്പോൾ മരിക്കുമ്പോൾ അടുത്ത ആൾ വരും അല്ലെങ്കിൽ മകനെ നിശ്ചയിക്കും, ഇങ്ങനെയല്ല. വെൽ ഡിഫൈൻഡ് സിസ്റ്റം ഉള്ളതാണ്. അവിടെ പാർലമെൻറ്റുണ്ട്, എലക്റ്റഡ് പാർലമെൻറ്റാണ്, പ്രസിഡൻ്റുണ്ട്, പോപ്പുലർ വോട്ടിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡൻ്റാണ്, അവർക്ക് ടെന്യൂറുണ്ട്, 4 വർഷത്തെ ടെന്യൂറാണ്. ഇതേപോലെ സുപ്രീം ലീഡർ എന്ന് പറയുമ്പോൾ എഗൻ അത് എന്താണ്, അത് അവരോധിക്കപ്പെടുന്ന ഒരാളല്ല. സുപ്രീം ലീഡർ എന്ന് പറയുന്നത് എലക്ട് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന അസംബ്ലി ഓഫ് ദി എക്സ്പേർട്സ് ആണ്. ഈ അസംബ്ലി ഓഫ് ദി എക്സ്പേർട്സ് എന്ന് പറയുന്നത് അതിനെ നിശ്ചയിക്കുന്ന ആരാണ്? ഗാർഡിയൻ കൗൺസിലാണ്. ഗാർഡിയൻ കൗൺസിലിന് ആളുകളും പിന്നെ അവർക്കും പോപ്പുലർ വോട്ടുണ്ട്, ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പം ഇതെല്ലാം സിസ്റ്റമാണ്, വെൽ ഡിഫൈൻഡ് സിസ്റ്റമാണ്. ഒരാൾ സുപ്രീം ലീഡർ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം ലൈഫ് ലോങ് ആണ് അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ മാറ്റുവാൻ ആർക്ക് അധികാരമുണ്ട്? ഈ പറയുന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സിന് അധികാരമുണ്ട്. അപ്പം ഇങ്ങനെ വ്യവസ്ഥയുള്ള സിസ്റ്റമുള്ളൊരു സംവിധാനമാണ്. അതുകൊണ്ട് പ്രസിഡന്റ് കൊല്ലപ്പെട്ടു, IRGCയുടെ ചീഫ് കൊല്ലപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഏതോ നിലക്കുള്ളൊരു പവർ വാക്വം അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് എല്ലാ നിലക്കുമുള്ളൊരു റെഡിനെസ് ഇറാൻ നടത്തിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ വർഷത്തെ 12 Day വാർ നമ്മൾ എടുക്കുക, ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു, അതിനൊരു തിരിച്ചടി എടുക്കാൻ 3-4 ദിവസം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ സംഭവിച്ചില്ല. വിതിൻ മിനിറ്റ്സ് 6 രാജ്യങ്ങളാണ് ഒരേ സമയം ഇറാൻ ആക്രമിക്കുന്നത്. ലോകത്ത് അപൂർവമായിട്ടുള്ളൊരു സംഭവമാണത്. ഒരു രാജ്യം ഒരേ ദിവസം ഒരേപോലെ 6 രാജ്യങ്ങൾ ആക്രമിക്കുക. ഈ 6 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലും ഇസ്രായേൽ മാത്രമാണ് ഇവർക്ക് ഹോസ്റ്റൈലായിട്ടുള്ളത്. ബാക്കി രാജ്യങ്ങളൊക്കെ എന്താണ്? ഫ്രണ്ട്ലി നാഷൻസാണ്, അല്ലെങ്കിൽ ബ്രദർലി നാഷൻസ് എന്ന് പറയുന്ന രാജ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ മിലിറ്ററി റെഡിനെസ് എന്ന് പറയുന്നത് പക്കയായിരുന്നു. അവർ എക്സ്പെക്റ്റഡ് ആയിരുന്നു സംതിങ് ഗ്രേറ്റ് വിൽ ഗോയിങ് ടു ഹാപ്പൻ. അതേപോലെ എനിക്ക് തോന്നുന്നത് ഒരു സ്ട്രക്ചറൽ റെഡിനെസ് അവർ നടത്തിയിട്ടുണ്ടെന്നാണ്. കാരണം നമ്മുടെ ലീഡർഷിപ്പ് ഇസ് ഗോയിങ് ടു ബി എലിമിനേറ്റഡ് എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മൾട്ടി ടയർ പ്ലാൻ B, C ഒക്കെ അവർ കണ്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഈ ഒരു പവർ വാക്വം അവിടെ ഉണ്ടായതായിട്ട് എവിടെയും ഫീൽ ചെയ്യപ്പെടുന്നില്ല. ഇറാൻ എന്നുള്ളത് ആസ് എ സിസ്റ്റം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു.